H1 വിസയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില വീഡിയോകൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു നരച്ച മീശയുള്ള കഷണ്ടിയുള്ള ഒരു അമ്മാവൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ മനസ്സിലായില്ല, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. കഴിയുന്നത്ര പേരത് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചത്, ഇങ്ങനെയൊരു പതനത്തിൽ എത്തിച്ചത് ഇന്ത്യൻ കമ്പനികളും ഇവിടെ വന്ന H1 വിസക്കാരുമാണ്. ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു പ്രശ്നമാണിത്. അമേരിക്കക്കാരെ അവർ തീർത്തും അങ്ങ് അവഗണിച്ചു. അമേരിക്കയിൽ വളരുന്ന പിള്ളേർക്ക് അവസരം നിഷേധിക്കുകയും അവർക്ക് അവസരമൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോഴത്തേക്ക് അമേരിക്കക്കാർ തീർച്ചയായിട്ടും അതിനെതിരെ രംഗത്ത് വന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ H1 വിസയിൽ ഇവിടെ വരുന്നവരെ പറ്റി പറയുകയുണ്ടായി. ഈ വരുന്നവർ, നമുക്കറിയാം, IIT പഠിച്ചവർ, IIT ഏകദേശം ഒരു വർഷത്തേക്ക് ഏതാണ്ട് 2 ലക്ഷം, ഒരു വർഷത്തേക്കാണോ ഒരു സെമസ്റ്ററാണോ, അങ്ങനെ 2 ലക്ഷം രൂപയോ മറ്റേ ഉള്ളൂ അവരുടെ ഫീസ്. നേരെ മറിച്ച് ഒരു 15 ലക്ഷത്തിൽ കൂടുതൽ രൂപ സർക്കാർ, അതായത് ഇന്ത്യൻ ജനത അതിനുവേണ്ടി മുടക്കുന്നുണ്ട് ഒരു IIT-കാരനെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ചുരുങ്ങിയ പൈസയ്ക്ക് അവിടുന്ന് പഠിച്ചു വരുന്നു. ഇവിടെ വന്ന പാടെ 2 ലക്ഷം $2.5 ലക്ഷം മിക്കവാറും അവർക്ക് ശമ്പളം കാണും. ഭാര്യയ്ക്കൂടെ ശമ്പളം അത്രയും ഉണ്ടെങ്കിൽ ഒരു $500,000 അവർക്ക് ശമ്പളം കാണും. അത്രയും ശമ്പളം 30-35 വയസ്സിൽ അത്രയും ശമ്പളം അത്രയും തുക ആർക്കാണ് കിട്ടുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവർ വന്നപാടെ വലിയ മുന്തിയ കാറുകൾ വാങ്ങും, ഗംഭീരൻ വീടുകൾ വാങ്ങും, ഒരു വീടല്ല പല വീടുകൾ വാങ്ങും. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ വരുന്ന ആളുകളെല്ലാം കൂടി ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് അടുത്തടുത്തായിട്ട് താമസം ആരംഭിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ അമേരിക്കക്കാർ നോക്കുമ്പോഴെന്താ, ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഇന്നലെ വന്നവർ വമ്പൻ കാറുകൾ, വമ്പൻ വീടുകൾ, അവരാണെങ്കിൽ ഇംഗ്ലീഷ് പോലും സംസാരിക്കാതെ നമ്മളുമായിട്ട് മിണ്ടാട്ടമില്ല. അവരെന്തോ വേറൊരു ലോകത്ത് ജീവിക്കുന്നത് പോലെ, വേറൊരു സംസ്കാരത്തിൽ ജീവിക്കുന്ന പോലെ. അപ്പോഴത്തേക്ക് അവർക്ക് അസൂയ ഉണ്ടായില്ലെങ്കിൽ അതിശയപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയാൻ മടിച്ച ഒരു കാര്യമുണ്ട്, ഇതിലൊരു കമ്മ്യൂണൽ ആയിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത രീതിയൊക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന ഈ രാജ്യത്തിനുള്ളിൽ വേറൊരു രാജ്യം പോലെ പെരുമാറുന്നു. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ ഈ രാജ്യത്തിൻ്റെ ഭാഗമാകാനോ താല്പര്യമില്ല. അതേസമയം തന്നെ ഇവിടുത്തെ പണം വേണം താനും. ഇനി ഈ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്, ഈ H1 വിസക്കാരെ മാത്രമാണ് എടുക്കുക, അവരുടെ മാത്രമാണ് ബയോഡേറ്റ സ്വീകരിക്കുക. ഇവിടുത്തെ അമേരിക്കക്കാരെ സ്വീകരിക്കുകയില്ലെന്ന്. അവരെ പുതുതായിട്ട് പഠിച്ചു വരുന്ന പിള്ളേരുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊരു 6 മാസം ട്രെയിനിങ് കൊടുത്താൽ അവരെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യത്തില്ല. കാരണം ഈ ഇന്ത്യക്കാർ നമ്മുടെ അതേ ലാംഗ്വേജിൽ സംസാരിക്കുകയും നമ്മുടെ അതേ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരെ നമ്മളെല്ലാം താല്പര്യപ്പെടുന്നു. അതാകുമ്പം എളുപ്പമുണ്ടല്ലോ. അമേരിക്കക്കാരനോട് നമുക്കങ്ങനെ അറുത്തുമുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കടുത്ത ഭാഷയിലൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമായി തീരും. ഇന്ത്യക്കാരോടാകുമ്പോൾ ഏത് രീതിയിലും പെരുമാറാം. പ്രത്യേകിച്ച് H1 വിസയിലൊക്കെ വരുന്നവർ അടിമത്ത മനസ്ഥിതിയോടെയാണ് വരുന്നത്. മാട് പോലെ പണിയെടുക്കുകയും ചെയ്യും. അത് അമേരിക്കക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും വരില്ല. അപ്പം എന്ന് മാത്രമല്ല, ഇന്ത്യൻ കമ്പനികൾ ഈ വലിയ തോതിൽ ബില്യൻസ് ഉണ്ടാക്കുന്നു. അവർ 10 പൈസ ഇവിടെ മുടക്കുന്നുണ്ടോ? അത് കുറേ കാലമായിട്ട് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 10 പൈസ ഇവിടുത്തെ ഈ രാജ്യത്തിന് വേണ്ടി മുടക്കുന്നുണ്ടോ? ഇവിടുന്ന് ഇത്രയും പണമൊക്കെ ഉണ്ടാക്കുമ്പം ഇവിടെ ഒരു സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് ഒരു 10 രൂപ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ? ആകപ്പാടെ കുറേ വിമർശനമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ TCS ന്യൂയോർക്ക് മാരത്തോൺ കുറച്ച് അവരാണെന്ന് തോന്നുന്നു അവർ സ്പോൺസർ ചെയ്യുന്നത്. വേറെ ഒരു 10 പൈസ ഇവിടെ മുടക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ്. അതൊക്കെ കാണുന്ന ആളുകൾ, അമേരിക്കക്കാർ എന്താ ചെയ്യും? ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇവരിതെല്ലാം കുത്തിവാരിക്കൊണ്ട് പോകുന്നു, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഈ രാജ്യത്തോടൊരു പ്രതിബദ്ധതയുമില്ല. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മുഴുവൻ ശരിയാകാതിരിക്കാം. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇതിൽ ഏറ്റവും തമാശയുള്ള കാര്യം, ഈ നിയമം വന്നതിൽ ആദ്യം നമുക്കൊക്കെ ഒരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നിലവിലുള്ള ഇവിടെ നിലവിലുള്ള ആളുകൾ, അതായത് ഗ്രീൻ കാർഡിനും മറ്റും അപേക്ഷിച്ച് H1 വിസയിൽ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരെ 7.5 ലക്ഷം പേരുണ്ട്, അവരും അവരുടെ കുടുംബങ്ങളും. അപ്പോൾ എത്ര മില്യൺ ആളുകൾ കാണും. അവരെയൊക്കെ ബാധിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു ആദ്യം നമുക്കൊക്കെ ഉണ്ടായത്. അപ്പോൾ അവരെ ബാധിക്കില്ല എന്ന് വന്നതോടി ആളുകൾക്ക് പൊതുവിൽ ഇത് വലിയ പ്രശ്നമില്ല, തരക്കേടില്ല, ട്രംപ് ചെയ്തത് ശരിയായി എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യൻ അമേരിക്കക്കാരിൽ പൊതുവേ ഉള്ളത്. കാരണം നമ്മുടെ പിള്ളേർക്ക് ജോലി കിട്ടണമെങ്കിൽ, ഇങ്ങനെ പുറത്തുനിന്ന് ആളുകൾ വന്നാൽ പിന്നെ നമ്മുടെ പിള്ളേർക്ക് എങ്ങനെ ജോലി കിട്ടും? അവർക്ക് എന്തെങ്കിലും പരിശീലനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക്
അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ കൂടി അവർക്ക് പരിശീലനം കിട്ടണമെങ്കിൽ ഇങ്ങനെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശീലനം എങ്ങനെ കിട്ടും, അവർക്ക് എങ്ങനെ ജോലി കിട്ടും? അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് അവരും കാണുന്നത്. അത് പിന്നെ H1കാർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യൻ അമേരിക്കക്കാർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇന്ത്യൻ അമേരിക്കക്കാരുടെ പിള്ളേർ മിക്കവരും സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്താണ് പഠിക്കുന്നത്. ആ സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷം 2 ലക്ഷം പിന്നെ വീതമൊക്കെയാണ് ഈ സ്റ്റുഡൻറ്റ് ലോണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന H1 വിസയിൽ വരുന്നവർക്ക് അവർക്ക് 10 പൈസ സ്റ്റുഡൻറ്റ് ലോണില്ല, പിന്നെ ഒന്നുമില്ല. വന്നപാടെ അവർക്ക് വീട് മേടിക്കാം, വലിയ വീട് മേടിക്കാം, വലിയ കാറുകൾ മേടിക്കാം. അവർക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ആഡംബരത്തിലേക്ക് മാറാനായിട്ട് പറ്റും. അതിന് പുറമെയാണ് അവർ ഈ സംസ്കാരത്തിൽ പിന്നെ ചേരാതെ മോരും മുതിരയും പോലെ മാറി നിൽക്കാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവർ ഇവിടെ അമേരിക്കൻ പൗരത്വമൊക്കെ കിട്ടാതെ ഈ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരണമെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയായാലും അവർ വ്യത്യസ്തരായി നിൽക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികളെല്ലാം വൻനിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഇത്തിരിയൊക്കെ അസൂയ വരില്ലേ? വരാതിരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിലും ഈ H1-ന് നിയന്ത്രണം വരുന്നതിൽ പ്രത്യേകിച്ച് അധികം ആരും കണ്ണീരെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ചുരുക്കം പറഞ്ഞ് ടെക് ആളുകൾക്ക് നമുക്കറിയാം, ഇന്ത്യക്കാരെ പോലെയുള്ള ആ ഫ്ലെക്സിബിലിറ്റി ഒരു കാരണവശാലും ഇവിടെ നിന്നുള്ള ജോലിക്കാരെ കൊണ്ട് കിട്ടത്തില്ല. അവർക്ക് ഇവിടെ ജോലി ചെയ്യുക, നാളെ കാലിഫോർണിയയ്ക്ക് പോകാൻ പറഞ്ഞാൽ അവർ പോകാനാവില്ല. അവർക്ക് ഇവിടുത്തുകാരെ എങ്ങനെ പോകും? അങ്ങനെ കുടുക്കയും പിന്നെ പറിച്ചു പോകാനായിട്ട് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങൾ H1 വിസയ്ക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ രാജ്യത്തത് അലിഞ്ഞു ചേരുന്ന ഈ രാജ്യത്തിൻ്റെ ഭാവി നന്മയ്ക്ക് ഉതകുന്നതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വരുന്നതിൽ അതിശയിക്കാനുമില്ല. ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാലം ഒരു ഡിഗ്രിയുള്ള എല്ലാവരെയും കൂടെ കൂട്ടി ക്വാളിഫൈഡ് ബേസിക് ക്വാളിഫിക്കേഷനുള്ള എല്ലാവരെയും കൂട്ടി ലോട്ടറി എടുത്താണ് 65,000 പിന്നെ ഒരു 20,000 പേരെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, ഏറ്റവും കൂടുതൽ ശമ്പളം ഓഫർ ചെയ്യുന്നവർ, അവർക്കൊക്കെയാണ് മുൻഗണന കിട്ടുക. അപ്പോൾ പുതിയ നിയമം ഇപ്പം പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ആളെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്ത ആൾ ഇവർ കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പം മുൻഗണന മറ്റവർക്ക് പോകും. അവരില്ലെങ്കിൽ മാത്രം അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് വരാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വാതിൽ അടയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതിനെ ഇന്ത്യക്കാരും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അതിശയകരമായ ഒരു കാര്യം. ഇപ്പം ഇന്ത്യയിലെ ചിന്താഗതിയല്ല ഇന്ത്യൻ അമേരിക്കക്കാരുടെ ചിന്താഗതി, ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്താഗതി. കാര്യം നാട്ടിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ ആളുകൾ വരണം, നമ്മുടെ ആളുകൾ വരണം എന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി അത് ഈ രാജ്യത്തെ ബാധിക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്ന പിള്ളേരെയൊക്കെ ബാധിക്കും എന്നുള്ളത് അത് നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. അപ്പോൾ അത് നമ്മളും ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.